അമ്മുക്കുട്ടിയെ പടച്ചോനെ വീണ്ടും തണുപ്പന്നെ. എന്നെ വീടിന്റെ റൂമിന്റെ ഉള്ളിൽ പൂട്ടിയേക്കാണ് ഗൈസ്. ഹാർട്ടാണിത്. ഞാനൊരു നീണ്ട വീഡിയോ എടുപ്പിന് ശേഷം ഇപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് വന്ന് കയറുന്നതാണ്. ആൻഡ് ദിസ് ഈസ് മൈ ബർത്ത്ഡേ വ്ളോഗ് ആൻഡ് ഓൾസോ ഇറ്റ്സ് ദ ന്യൂ ഇയർ വ്ളോഗ്. യെസ് ഗൈസ്, ഐ എം എ ന്യൂ ഇയർ ബേബി. സോ എല്ലാ കൊല്ലം എല്ലാവരും എൻ്റെ അടുത്ത് ഹാപ്പി ബർത്ത്ഡേ പറയുമ്പോൾ ഞാൻ അവരോട് തിരിച്ച് ഹാപ്പി ന്യൂ ഇയറും പറയും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ബർത്ത്ഡേ വ്ളോഗാണ്. എനിക്കറിയില്ല എന്നാണ് എൻ്റെ ബർത്ത്ഡേയിൽ എന്നെ വെയിറ്റ് ചെയ്തിരിക്കണേന്ന്. ബട്ട് I am hoping the people around me are super nice, so they will do something. So let's see what's gonna happen. എൻ്റെ അമ്പാടി എനിക്ക് ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയേക്കണെയാണ്. ഹാർട്ടാണിത്. മേലെ കാണാൻ കൊള്ളാന്നുണ്ടോ? താഴെ അടിപൊളിയാണ്. ഇറ്റ്സ് ഓക്കെ, ഐ ഡോണ്ട് കെയർ. ചോക്ലേറ്റ് മെൽറ്റ് ആണ്ടായിരുന്നു ഞാൻ കഷ്ടപ്പെട്ടിട്ട്. അത് ഡബിൾ ബോയിൽ ആണായിരുന്നു. ഡബിൾ ബോയിൽ. Oh yeah, it's beautiful. Okay, I'll try now. Damn man, it's so good. Wow. ഇനിയുണ്ട്, കഴിഞ്ഞല്ല. ഒരെണ്ണോടുണ്ട്. ഒരെണ്ണം അത് ഡിഫറെന്റ്. നീ ഇതിനകത്ത് പഞ്ചാര ഇട്ടോ? No sugar at all. It's zero sugar keto. Is it keto? How is it keto? It's super sweet. Chocolate is not so. I guess it is not keto. It's damn good, man. It's so good. എനിക്ക് ദുബായ് ചോക്ലേറ്റ് ഉണ്ടാക്കിയേക്കണേണ്. ദുബായ് ചോക്ലേറ്റ് അല്ല, ഇത് ജസ്റ്റ് പിസ്താഷ്യോ ഫില്ലിംഗ്. കുണാഫ ഇട്ട് ഉണ്ടാക്കണം. ഓക്കേ, അന്നോട്. And my birthday hits, I'll enjoy it. ശരി. ഇത് എൻ്റെ അമ്പാടി എന്തോ കുഴച്ചുണ്ടാക്കണതാണ് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടി. പക്ഷെ അവൻ അത് ഭയങ്കര വാട്ടർ ആയിട്ടാണ് ഉണ്ടാക്കിയത്. Once upon a time I used to be a baker. അതെ. So I know a lot of techniques. Even though I don't claim myself as a baker. ഇതൊക്കെ അറിയാമെങ്കിൽ ഉണ്ടാക്കില്ല. ഒരു കാര്യം ഞാൻ എല്ലാം കൂടെ പറഞ്ഞു ഇറങ്ങി പുക്കിയ മീൻ. ഇത് നിന്റെ ബർത്ത്ഡേക്ക് effort you put, dude. Not so. It doesn't. Even if you make mistake, I don't mind. It's about the effort. ഇതെന്നെ കൊണ്ട് നീ സർപ്രൈസസ് ഓരോന്ന് സർപ്രൈസ് വേണമെന്ന് പറയുകയും ചെയ്യും, എന്നിട്ട് എന്റെ നടുക്കൊന്ന് നിൽക്കുകയും ചെയ്യും. എന്നെ വീടിന്റെ റൂമിന്റെ ഉള്ളിൽ പൂട്ടിയേക്കാണ് ഗൈസ്. എൻ്റെ അടുത്ത് പുറത്തോട്ട് ഇറങ്ങി വരണമെന്നാണ് പറഞ്ഞേക്കണേ. എനിക്ക് വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൻഡ് ഐ ആം ദ പേഴ്സൺ ഹൂ ഇസ് ഡിമാൻഡിങ് ഓൾ ഓഫ് ദ സർപ്രൈസ്. കാരണം എനിക്ക് ഇവരുടെ എല്ലാവരും എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, അമ്മു ഞാൻ അങ്ങനെ ഇട്ടെ, അമ്മു ഞാൻ ഇങ്ങനെ ഇട്ടെ. അമ്പാടിയാണെങ്കിൽ ഇപ്പോൾ ഒരു പേസ്റ്റ് ഉണ്ടാക്കണ്ടായിരുന്നു. ഈ ആക്ച്വലി ഡോണ്ട് നോ ഹൗ ടു ഡു ഇറ്റ്. പാവം എനിക്ക് വേണ്ടി എഫേർട്ട് ഇട്ട് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, ഐ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഹെൽപ്പ് ചെയ്തിട്ട് വന്നോളൂ. ഇപ്പോൾ ഇവിടെ എന്നെ പിടിച്ച് കയറ്റിയിരുത്തേക്കുവാണ്. പുറത്തേക്ക് വരികയോ ചെയ്യരുതെന്നാണ് പറഞ്ഞേക്കണേ. ഐ ഡോണ്ട് നോ what is outside. I don't know. I am really excited. Excuse me. Hi. Hi, introvert. Guys, happy new year. And then a birthday ana, so we are going to celebrate our birthday right now. I have got dressed up and all, so I'm really excited because usually നമ്മൾ ഞാൻ നല്ല ഉടുപ്പൊക്കെ ഇടുമെങ്കിലും I actually got dressed up today. I hope 2025, and I'm gonna turn 28 coming day. I don't know, I feel very different. I'm very happy. Thank God. That's all. Happy New Year to all of you. ഞാൻ ഒരു പ്രാവശ്യം മാത്രം വന്നിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇവരെന്നെ കൊണ്ടുവന്നേക്കണേ. ലെറ്റ് സീ വാട്ട് ഈസ് ദേർ. ഇവിടെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ്സ്, ഇപ്പോൾ റെസ്റ്റോറൻറ്റിലേക്കാണോ പോണേ, എങ്ങനെ പോണേന്ന് പോലും എനിക്കറിയാൻ പോലുള്ള. ഞാൻ വിറക്കി ഓടി.
never seen this before. It's cute. വാ ഓടാ ഓടാ എന്നാന്ന് കാവടി നടക്ക്. അമ്മോ അയ്യോ നല്ല തണുപ്പാണ് ഗൈസ്. നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഇവിടുത്തെ ക്രിസ്മസ് ട്രീ നല്ല രസമില്ല കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ക്രിസ്മസ് ട്രീ. ഇതാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ എന്നാ പോ. ഓക്കെ cozy place. It's a cozy place, yeah. Yeah, powerful dragon. Everybody just be happy. Just pray. Yeah, just pray. That's gonna be a. We don't even have one. I don't 4 know minutes. anybody fighting. Wish happy New Year. സംഭവം സൂപ്പർ റെസ്റ്റോറൻ്റ് ഒക്കെ ആണെങ്കിലും മെറിഗോ റൗണ്ട് പോലെയായിരുന്നു. പിന്നെ അവിടെ ചെന്നിട്ട് ആദ്യം ഒരു ടേബിളിലിരുത്തി, പിന്നെ അവിടുന്ന് വേറൊരു ടേബിളിലിരുത്തി, അവിടുന്ന് പിന്നെ വേറൊരു ടേബിളിലിരുത്തി, മൂന്നാമത്തെ ടേബിളിലേക്ക് എത്തിയപ്പോഴത്തേക്കും എൻ്റെ ബർത്ത്ഡേക്ക് ജസ്റ്റ് 5 മിനിറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ടേബിൾ മാറലും കസേരകളും എല്ലാം കൂടെ കൂടി ഞാനൊരുമാതിരി ഹസലിൽ ഡിലൈമ ആയിപ്പോയി. അപ്പോൾ എനിക്ക് അങ്ങോട്ട് ഒന്നും ഗ്രാസ് പോലും ചെയ്യാൻ പറ്റിയില്ല ഞാൻ ആ കേക്കൊക്കെ കട്ട് ചെയ്ത ടൈമിൽ പോലും. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ, ഹാപ്പി ബർത്ത്ഡേ ടു മീ. ആൻഡ് എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് സന്തോഷമായി. നമ്മളപ്പം തന്നെ അമ്മാടെ എനിക്ക് വേണ്ടി ഒരു കാർഡ് കാത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് അജയും എനിക്ക് ഒരു കാർഡ് തന്നു. പിന്നെ പൂജയുടെ കാർഡ് എനിക്ക് വീട്ടിൽ ചെന്നപ്പോഴാണ് കിട്ടിയത്. അങ്ങനെ അവിടെ വെച്ച് എനിക്ക് കിട്ടിയത് കാർഡ്സാണ് മൊത്തം. എനിക്ക് പൂക്കളോടുള്ള ആക്രാന്തം എൻ്റെ കൂട്ടുകാരുടെ ഇടയ്ക്ക് ഭയങ്കര ഫേമസ് ആണ്. അതുകൊണ്ട് തന്നെ അവർ എനിക്ക് വേണ്ടി ഒരു ഫ്ലവറും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഈ ഒരു കേക്ക് ക്രംബിൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമും പിന്നെ ക്രംബിളും അതുപോലെ തന്നെ ആ ഒരു ക്യാരറ്റ് കേക്ക് മൊത്തത്തിൽ ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കഴിക്കാനും ടേസ്റ്റ് ഉണ്ടായിരുന്നു, കാണാനും നല്ല ക്യൂട്ടായിരുന്നു. Birthday of our birthday girl. We are gonna do a toast. This is 2025 New Year. Let's do this. Guys. For your long life. Beginning a new start. Long life and a Yeah. happy life. Long fruitful life, Ammo. Yeah, fruitful life. Thank you. Okay. Happy New Year to all of you. Thank you, buddy. My toast is for Tanika. First of all, happy birthday and a happy New Year. I want you to be happy, no matter somebody is there with you or not. And whatever the situation is, just smile.
happiness, lot of success, and all your dreams come true. Let's give a toast. My toast is for our a new start. Like as people say, what is gone, right? So like നെഗറ്റീവ് ചെയ്യേ ബെഞ്ച്. don't drive by looking at the rear mirror, you know. Don't drink and drive. Don't drink and drive again. Put Yeah. seat belts. So for a new year and for our friend's birthday and new year, yeah. So let's take a toast. Friends, are you back? So, first of all, thank you so much for being here. It was a very challenging year, the one which just passed. So I'm hoping the coming year is going to be so great for everybody with lots and lots of success. For you as well, okay? Okay. Get more success in your life. And what else? That's it. Enjoy your life. Yeah. Okay. That's the main thing, right? Toast with enjoy your life. Toast will enjoy the life. Enjoy your life, guys. Pooja, tell me about the birthday girl. Okay, birthday girl. Yep. She is my friend from last 6 years. 6 years. Yeah, she was with me like in all my worst time and my hard time. Whenever I No feel- best times. Actually, I don't need her for the best time because I know Ammu. I have allegations. She No, said. you're not listening to She me. said she has been with me on my bad times, on the And my worst worst times, and then when I asked not on your good times, she says I don't need her on my good times. Yeah, because I don't need her. That's bad, Pooja. That's good, Pooja. Remember No. Okay. Continue. You didn't allow me to complete and you put allegation Okay, on that now. do you want this to end in misunderstanding? Yeah. No need on good time. I meant that I don't need for the best time because I know she will be always be there with me. But when I need her the most, she's there with me. That's what I meant. Okay. See, we say in Hindi, in Punjabi we say that it's okay if you're not there with someone in their good time, but you should always be there with someone in their bad time. Yeah. Okay, so I meant in that way. So if I'm having a good time, I am successful, she will be there with me. Your second chance, Pooja. नमूना टोस्ट करना है कि नहीं करना है? टोस्ट कर लो, बोल दिया मैंने. She only drink a little bit of. Pooja, second toast doesn't count much, huh? First Oh. was the truth. Okay. Okay, now give me the camera. I want to get to know what you want to talk about. Actually, the storage is ending. Yes. Yeah. Yes. Ammo, I have everything written in your card. I want you to read it first. അമ്പാടിയുടെ കാർഡ് ഭയങ്കര ഇമോഷണലി കണക്റ്റിംഗ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നുണ്ടായിരുന്നു അത്. ആൻഡ് here is my outfit check. How am I looking? Am I looking cute in this? It's my first bodycon dress I have ever used. നമ്മൾ ഏറെക്കുറെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഭയങ്കര ചപ്പാടായിരുന്നു അവിടെ. നിങ്ങൾ ഇതിനു മുന്നേ പോയ ആ സ്ഥലത്ത്, ഇതിനു മുന്നേ നമ്മൾ ബർത്ത്ഡേക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പോയ സ്ഥലത്ത് ഇച്ചിരി ലെസ് ലൗഡായിരുന്നു വോയിസ്. ഇവിടെ അത്യാവശ്യം നല്ല ലൗഡായിരുന്നു വോയിസ്. അപ്പം ഞാനങ്ങ് ടെൻഷനല്ല, ഒരു തരം ആ ബഹളത്തിലായിപ്പോയി. എൻ്റെ ബർത്ത്ഡേ വന്നതും ഒന്നും ഞാൻ അറിഞ്ഞില്ല വലിയ കാര്യമായിട്ട്. അച്ഛനമ്മേനെ വിളിക്കാൻ പറ്റില്ല ഇത്ര നേരമായിട്ട്. അപ്പോൾ അച്ഛനമ്മേനെയൊക്കെ ഒന്ന് വിളിക്കണം, അവരോടൊക്കെ മിണ്ടണം. അപ്പോൾ എന്താ പറയുക, ഹാപ്പി ന്യൂ ഇയർ ടു എവരിബഡി. ഈ വർഷം നമ്മളൊക്കെ പ്ലാൻ ചെയ്യണ എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആൻഡ് പ്ലീസ് പ്രേ ഫോർ മീ ഓൾസോ. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റണമെന്ന് നിങ്ങളും പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് റെസ്റ്റ് ഓഫ് ദ ഡേ ഇങ്ങനെ പോകണമെന്ന് നോക്കാം. നമ്മൾ ഈ ഹോളിവുഡ് മൂവീസിലൊക്കെ കാണില്ലേ, ലൈബ്രറീസിലൊക്കെ ഇങ്ങനെ ആൾക്കാർ വെച്ചേക്കുന്ന ഒരു കോണി ബുക്സ് എടുക്കാൻ വേണ്ടി. ഇവരത് വൈൻ എടുക്കാനാണ് യൂസ് ചെയ്യണതെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഈ മൊത്തത്തിൽ ഈ ഒരു വൈൻ റാക്ക് ഒരു വാൾ പീസ് പോലെയായിരുന്നു ഇവിടുത്തെ. ഇത് ഇവരുടെ പേഴ്സണൽ ബ്രാൻഡാണ് കേട്ടോ ഈ വൈൻസ് എല്ലാം തന്നെ. ഓ മൈ ഗോഡ്, ദിസ് പ്ലേസ് ഈസ് ഡോപ്പ്.
റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങുകയാണ്. പടച്ചോനെ വീണ്ടും തണുപ്പന്നെ, നല്ല കൊടിയ തണുപ്പാണ്. അപ്പം നമ്മൾ ഈ പ്രാവശ്യം വന്നത് ബോൾ കിച്ചൺ എന്ന് പറഞ്ഞിട്ട് സ്ഥലത്താണ്. അലൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ട്രീറ്റിലുള്ള ഇതാണ്. ഇത് വാട്ടർലൂർ തന്നെയാണുള്ളത്. ബട്ട് ഹിയർ എൻ്റെ പൊന്നി ഒരു സെർവർ നമുക്ക് കിട്ടി. പുള്ളിക്കാരി എന്ത് പൊളി മനുഷ്യത്തെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൂപ്പർ എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ ഒരു മനുഷ്യത്തെയാണ് എൻ്റെ കിട്ടിയത്. ആൻഡ് ഷീ ജസ്റ്റ് മെയ്ഡ് ദ ഓൾ പ്രോസസ് വെൻ സോ ഗുഡ്. അവർ എന്താ പറയുക, അവർ ഭയങ്കര കാര്യമായിട്ടായിരുന്നു നോക്കുന്നത്. ബിക്കോസ് ഞാൻ അവരോട് എടുത്ത് പറഞ്ഞ വേർഡാണ്. അപ്പോൾ എനിക്ക് അങ്ങോട്ടേക്കൊന്ന് മാറണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഇരുത്തിയോടത്ത് നിന്ന് നമ്മൾ 3ാമത്തെ ടേബിളിലേക്ക് മാറിയിട്ടാണ് നമ്മൾ സെറ്റിലായത്. ബിക്കോസ് നമ്മൾ ആദ്യം ഇരുന്ന സ്ഥലം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നിട്ട് മാറ്റി ഇരുത്തിയ സ്ഥലം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. 3ാമത് ഇരുത്തിയ സ്ഥലമാണ് നമുക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടത്. അതൊന്നും ഒരു വിഷയമില്ലാണ്ട് പുള്ളിക്കാരത്തെ സില്ലായിട്ട് എടുത്ത് പുള്ളിക്കാരത്തി അത് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് സോ നൈസ്. ഞാൻ ഭയങ്കര എന്താ പറയുക, ഇപ്പോഴും ഭയങ്കര ഡിലൈമയിലാണ് എപ്പോഴും നിൽക്കുന്നത്. ഞാനിങ്ങനെ എന്താ പറയുക, ഇറ്റ്സ് എ ന്യൂ ഇയർ ഗൈസ്. സോ ന്യൂ ഇയറിൽ എല്ലാവർക്കും പല പല റെസൊല്യൂഷൻസും അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എനിക്കറിയില്ല ഇനി എന്താണ് എൻ്റെ ഈ ദിവസം എങ്ങനെയാണ് പോകാൻ പോകണമെന്ന് എനിക്കറിയില്ല. എന്തായാലും രാവിലത്തേക്ക് നാളെ പ്ലാൻ ചെയ്ത 2 കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അമ്പലത്തിൽ പോകണമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അത് പോകാൻ പറ്റാണ്ടായി ഗൈസ് എനിക്ക്. Play happy birthday playlist from Spotify. Happy birthday from Spotify. ഒരു പൂവ് കൊണ്ട് തന്നെ ഹാപ്പി ആവുന്ന എനിക്ക് ഒരു പൂക്കാലം തന്നപ്പോൾ ഐ റിയലി ഗോട്ട് ഇമോഷണൽ. ഈ ഇരിക്കുന്ന ഫ്രഷ് ഫ്ലവർ ബൊക്കെ എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണ്. എല്ലാ കൊല്ലവും എൻ്റെ വയസ്സറിയിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം എൻ്റെ കേക്കിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഈ കൊല്ലം അത് ഈ കമ്പിത്തിരിയാണ്. 28 നാണി കുത്തി വെച്ചേക്കണമെങ്കിൽ അതിന് 2 മാത്രമേ കത്തുണ്ടായുള്ളൂ. 8 എന്ത് ചെയ്താൽ കത്തുണ്ടായില്ല. എൻ്റെ കൈ കുറെ പൊള്ളിയതല്ലാതെ ഒരു കാര്യം ഉണ്ടായില്ല. 8 കട്ടില്ല എന്നവർക്ക് നേരത്തെ ഒരു സംശയം ഉണ്ടായിരുന്ന പോലെ ഇവർ വേറൊരു സാധനം എനിക്ക് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ റിയലി ലൈക്ക് ഇറ്റ്. അത് കടയിൽ വെച്ചപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബട്ട് മുകളിലുള്ള ഫയർ അലാം അടിക്കുമെന്ന് ചെറുതായിട്ടൊരു പേടിയും വന്നു. അല്ല, കടയിൽ അടച്ചില്ലെങ്കിലും നമ്മുടെ വീട്ടിലെ ഫയർ അലാം അടിച്ചു. നമ്മൾ ഒരിക്കലും നിരാശപ്പെടുത്തിക്കില്ലാത്തൊരു സാധനമാണ് ഈ ഫയർ അലാം. എങ്ങനെയാണ് ഇതിന് മണം പിടിക്കണേന്ന് പോലെ എനിക്കറിയില്ല. കാരണം തൊട്ടടുത്തേക്കണേ എനിക്ക് പോലും ആ ഒരു മണം കിട്ടിയിട്ടുണ്ടായില്ല. ആ ഒരു കുത്തലോടുകൂടി കേക്കിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ഗൈസ്. മൊത്തം അതിന്റെ ഗ്ലിറ്ററും തെറിച്ചു വീണത് ആ കേക്കിലേക്കും എൻ്റെ ഡ്രസ്സിലേക്കുമാണ്. അതിന്റെ ഒരു സൈഡ് ഫുള്ള് തിന്നാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കാണ് മച്ചാനായി എത്തിച്ചത്. പിന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് നോക്കി ഒരു കഷ്ണം മുറിച്ച് അതിൽ നിന്ന് എല്ലാവർക്കും ഓരോരോ പീസ് എടുത്ത് ഞാനും കൊടുത്ത് അവരെനിക്കും തന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കേക്കിന്റെ പ്രസന്റേഷൻ കണ്ടോ, അത് എൻ്റെ ക്ലാസ്സിലെ ഫൈനൽ പ്രസന്റേഷന്റെ അതേ ഡിസൈൻ ആയിരുന്നു. പിന്നെ അവിടെ സമ്മാനദാന ചടങ്ങുകളായിരുന്നു. എനിക്ക് ആദ്യം കിട്ടിയത് ഒരു ഹെയർ ഡ്രയർ ആണ്. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു സാധനം കിട്ടി. അതെന്താന്ന് ഞാൻ പറയുന്നില്ല, അത് കണ്ട് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിക്കോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം തലോണകളാണ്. 2 സെറ്റ് തലോണ കിട്ടി. പിന്നെ വേറൊരു ഐറ്റം കിട്ടി. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഒരു ഫിഷ് ടാങ്കും ഫിഷും. പിന്നെ അമ്പാടി എനിക്കൊരു ബൊമ്മ തന്നു. അതിനകത്ത് എഴുതിയേക്കുന്നത് എന്തായിരുന്നു അറിയോ, സ്റ്റക്ക് വിത്ത് യു. പിന്നെ എയർപോർട്സിന്റെ കവർ കിട്ടി. ആൻഡ് ഐ വാസ് റിയലി ഇമോഷണൽ ബൈ ദാറ്റ് മൊമെന്റ്. അപ്പോഴാണ് എനിക്ക് പൂജ ഗിഫ്റ്റ് തന്നത്. പൂജയുടെ ഗിഫ്റ്റ് കൂടെ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഐ വാസ് ലൈക്ക് സൂപ്പർ ഡൺ. എനിത്തിങ് കണക്ടിങ് വിത്ത് ലാവൻഡർ, ഐ ലവ് ദോസ് തിങ്സ്. സോ പുള്ളിക്കാരി എനിക്കൊരു ലാവൻഡറിന്റെ റിലാക്സിംഗ് കിറ്റ് ആണ് വാങ്ങി തന്നത്. ആൻഡ് അഗൈൻ ദിസ് കോഡ് വാസ് ഓൾസോ വെരി ഇമോഷണൽ. ആ ലെറ്ററും കൂടെ വായിച്ചപ്പോൾ ഞാൻ അങ്ങ് ഓവർവെൽംഡ് ആയി വിത്ത് ജോയ്. എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. Pull it out. Pull it out in one shot. Yeah. Adventurous, passionate. To a wonderful year. Is it good? എന്തായാലും ഒരു അടിപൊളി ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ ഹാപ്പി ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെ ഇത്ര നേരം വരെ വെരി ഹാപ്പി. ആൻഡ് ഓൾസോ ഇത് ബർത്ത്ഡേ മാത്രമല്ല, ന്യൂ ഇയർ കൂടെയാണ്. This year I achieved somewhere I wanted to, and I'm gonna go more. So ഈ വർഷം 2025 is my year. I believe in that, and the universe is gonna bring all happiness to me like today.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ഓൺ ദിസ് വീഡിയോ.